ഹായ് ഓൾ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എമർജിംഗ് കോസ്റ്റിംഗ് അപ്രോച്ചസ് എന്ന ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ എടുക്കാവുന്ന ടോപ്പിക്സാണ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ക്വാളിറ്റി, പ്രൊഡക്ടിവിറ്റി ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്നെസ്, ഹയർ പ്രൊഡക്ടിവിറ്റി ആൻഡ് റെഡ്യൂസ്ഡ് കോസ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ ഫാക്ടർ ഇൻ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഡ്രൈവ്, പ്രൊഡക്ടിവിറ്റി ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് ടോപ്പിക്കാണ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ക്വാളിറ്റി. ആദ്യം പ്രൊഡക്ടിവിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. Productivity is the relationship between the amount of outputs and the amount of inputs needed to produce a product. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ഇൻപുട്ടിൻ്റെ യൂണിറ്റും ഔട്ട്പുട്ടിൻ്റെ യൂണിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കമ്പനിയിലെ മാനേജ്മെൻറ്റ് പ്രൊഡക്ടിവിറ്റിയെ മെഷർ ചെയ്യുന്നത് ആ പ്രൊഡക്റ്റിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ അളവിനെയും അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റിന് ആവശ്യമായ മാൻ പവറിൻ്റെ അളവിനെയും താരതമ്യപ്പെടുത്തിയാണ്. കുറഞ്ഞ റോ മെറ്റീരിയൽസും മാൻ പവറും ഉപയോഗിച്ച് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്ടിവിറ്റി എപ്പോഴും ഹൈ ആയിരിക്കും. ഇനി നമുക്ക് ക്വാളിറ്റി എന്താണെന്ന് നോക്കാം. ക്വാളിറ്റി ഈസ് ദ മെഷർ ഓഫ് എ പ്രൊഡക്ട്സ് ഫ്ലോലെസ്നെസ് ആൻഡ് എക്സലൻസ്. ക്വാളിറ്റി എന്ന് പറയുന്നത് പ്രൊഡക്ട്സിൻ്റെ ഫ്ലോലെസ്നെസ്സിനെയും എക്സലൻസിനെയും മെഷർ ചെയ്യുന്നു. ക്വാളിറ്റി പ്രൊഡക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രൊഡക്ടിവിറ്റിയേക്കാൾ ക്വാളിറ്റി വളരെ വ്യത്യാസവുമാണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രൊഡക്ടിവിറ്റി ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്നെസ്. ഒരു ബിസിനസ് ഓൻ്റർപ്രൈസിലെ പ്രധാനപ്പെട്ട രണ്ട് ഗോൾസാണ് പ്രൊഡക്ടിവിറ്റിയും കോസ്റ്റ് എഫക്റ്റീവ്നെസ്സും. എന്നാൽ പ്രൊഡക്ടിവിറ്റിയും കോസ്റ്റ് എഫക്റ്റീവ്നെസ്സും വളരെ വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ്. പലപ്പോഴും ഇവ രണ്ടും പരസ്പരം കോമ്പീറ്റ് ചെയ്യാറുമുണ്ട്. ഇംപ്രൂവ്ഡ് ആയ പ്രൊഡക്ടിവിറ്റി കോസ്റ്റ് എഫക്റ്റീവ്നെസ്സും ചിലവിൽ വരാം. എന്നാൽ ഇംപ്രൂവ്ഡ് കോസ്റ്റ് എഫക്റ്റീവ്നെസ്സും പ്രൊഡക്ടിവിറ്റിയെ റെഡ്യൂസ് ചെയ്യുന്നുമുണ്ട്. പ്രൊഡക്ടിവിറ്റിയുടെയും കോസ്റ്റ് എഫക്റ്റീവ്നെസ്സിൻ്റെയും ഒരു എക്സ്പ്ലനേഷനാണ് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. ഹയർ പ്രൊഡക്ടിവിറ്റിയും കോസ്റ്റ് എഫക്റ്റീവ്നെസ്സും ഹയർ പ്രോഫിറ്റ് നൽകുന്നുണ്ട്. എല്ലാ മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസും നോക്കുന്നത് ഹയർ പ്രൊഡക്ടിവിറ്റിയും കോസ്റ്റ് എഫക്റ്റീവ്നെസ്സുമാണ്. സിമ്പിളായി പറഞ്ഞാൽ, പ്രൊഡക്ടിവിറ്റി എന്നത് ഒരു ടീം, ബിസിനസ് അല്ലെങ്കിൽ ഒരു വ്യക്തി പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്കിൻ്റെ യൂണിറ്റാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. മറുവശത്ത് കോസ്റ്റ് എഫക്റ്റീവ്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റിസോഴ്സസിനെയാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഹയർ പ്രൊഡക്ടിവിറ്റി ആൻഡ് റെഡ്യൂസ്ഡ് കോസ്റ്റ്. ഹയർ പ്രൊഡക്ടിവിറ്റിയും റെഡ്യൂസ്ഡ് കോസ്റ്റും ഇൻ്റർറിലേറ്റഡ് ആണ്. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ആവറേജ് കോസ്റ്റ് ഡിക്രീസ് ആവുന്നു. ഒരു പീരീഡിലെ പ്രൊഡക്ഷൻ വോള്യത്തിൻ്റെ പ്രവർത്തനമായി ആവറേജ് കോസ്റ്റ് വ്യത്യാസപ്പെടുന്നുണ്ട്. പ്രൊഡക്ഷൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് സാധാരണയായി വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ലോങ് പ്രൊഡക്ഷൻ വോള്യത്തിൽ റിസോഴ്സസ് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. അതിനാൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കൂടുതലാണ്. ചുരുക്കത്തിൽ ഹയർ പ്രൊഡക്ടിവിറ്റിയും റെഡ്യൂസ്ഡ് കോസ്റ്റും ഇൻ്റർറിലേറ്റഡ് ആണ്. അതേസമയം ഇവ രണ്ടും വ്യത്യാസവുമാണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ ഫാക്ടർ ഇൻ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഡ്രൈവ്. The importance of human factor in productivity improvement may be understood from the following points. First point, higher productivity requires mutual trust and cooperation between capital and labor. ഹയർ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ ക്യാപിറ്റലും ലേബറും തമ്മിൽ മ്യൂച്വൽ ട്രസ്റ്റും കോഓപ്പറേഷനും ഉണ്ടാകണം. സെക്കൻഡ് പോയിന്റ്, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് ഈസ് എ ടെക്നിക് ഓഫ് പ്രൊഡക്ടിവിറ്റി. ദിസ് ടെക്നിക് ഗെയിംസ് ദ വർക്കേഴ്സ് the feeling that they have a voice in the management of the firm. ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റിൽ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ പ്രൊഡക്ടിവിറ്റിയുടെ ഒരു ടെക്നിക്കാണ്. ഈ ഒരു ടെക്നിക്ക് വർക്കേഴ്സിന് കമ്പനിയുടെ മാനേജ്മെൻറ്റ് ആക്റ്റീവ് ആണെന്നുള്ള തോന്നൽ നൽകുന്നുണ്ട്. തേർഡ് പോയിന്റ്, പ്രൊഡക്ടിവിറ്റി ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ ദ ഇൻട്രഡക്ഷൻ ഓഫ് റേഷണലിസം ആൻഡ് ഓട്ടോമേഷൻ. റേഷണലിസവും ഓട്ടോമേഷനും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. റേഷണലിസത്തിൻ്റെ മലയാളം മീനിങ് ആയിട്ട് നമുക്ക് പറയാവുന്നത് യുക്തിവാദം എന്നൊക്കെയാണ്. അതേപോലെ തന്നെ ഓട്ടോമേഷൻ്റെ മലയാളം മീനിങ് ആയിട്ട് പറയുന്നത് യന്ത്രവൽക്കരണം എന്നാണ്. അപ്പോൾ റേഷണലിസത്തിലൂടെയും അതേപോലെ തന്നെ ഓട്ടോമേഷനിലൂടെയും നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർത്ത് പോയിന്റ്, ഫോർ ഇംപ്രൂവിങ് പ്രൊഡക്ടിവിറ്റി ഇറ്റ് ഈസ് നെസസറി ടു ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ, ക്യാപിറ്റൽ എക്സെട്ര. ലേബർ ഈസ് ദ ആക്റ്റീവ് ഫാക്ടർ. പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ആക്കാൻ ലേബർ, ക്യാപിറ്റൽ എന്നിവയുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ആക്കേണ്ടത് അത്യാവശ്യമാണ്. ലേബർ ഒരു ആക്റ്റീവ് ഫാക്ടറും കൂടിയാണ്.
Fifth point, there should be a cordial relationship between and among management and workers. This is essential for achieving greater productivity. മാനേജ്മെൻറ്റും വർക്കേഴ്സും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ഹയർ പ്രൊഡക്ടിവിറ്റി അച്ചീവ് ചെയ്യുന്നതിന് ഇത് അത്യാവശ്യമാണ്. ഒരു കമ്പനിയിലെ മാനേജ്മെൻറ്റും വർക്കേഴ്സും തമ്മിൽ എത്രമാത്രം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു അത്രമാത്രം പ്രൊഡക്ടിവിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും അച്ചീവ് ചെയ്യുന്നതിന് അത് ഉപകരിക്കും. Sixth point, every effort should be made to motivate human beings in the organization. Steps may be taken to improve the morale of employees. Further, all efforts should be made to reduce labor turnover. If labor turnover is high, productivity will decline. ഓർഗനൈസേഷനിൽ ഹ്യൂമൻ ബീയിങ്സിനെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നതിന് എല്ലാ എഫേർട്സും നടത്തണം. എംപ്ലോയീസിനെ മൊറൽ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാനുള്ള സ്റ്റെപ്സുകൾ എടുക്കണം. കൂടാതെ ലേബർ ടേൺ ഓവർ റെഡ്യൂസ് ചെയ്യുന്നതിന് എല്ലാ എഫേർട്സും നടത്തണം. ലേബർ ടേൺ ഓവർ ഹൈ ആണെങ്കിൽ പ്രൊഡക്ടിവിറ്റി കുറയും. Seventh point, the company should have a suggestion scheme. The scheme should be kept open to all employees for making suggestions on work simplification, improvement of working conditions, or any other matter affecting the productivity of the company. കമ്പനിക്ക് ഒരു സജഷൻ സ്കീം ഉണ്ടായിരിക്കണം. വർക്ക് സിംപ്ലിഫിക്കേഷൻ, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് വർക്കിംഗ് കണ്ടീഷൻസ് അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി ബാധിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങൾ എന്നിവ സംബന്ധിച്ച സജഷൻസ് നൽകുന്നതിനായി ഈ പദ്ധതി എല്ലാ എംപ്ലോയീസും തുറന്നു കൊടുക്കണം. നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രൊഡക്ടിവിറ്റി ഒബ്ജക്റ്റീവ്സ്. ദ കീ പ്രൊഡക്ടിവിറ്റി ഒബ്ജക്റ്റീവ്സ് ആർ ഔട്ട്ലൈൻഡ് ആസ് ബിലോ. ഫസ്റ്റ് പോയിൻറ്റ്, ടു കമ്പയർ എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും കമ്പയർ ചെയ്യുന്നു. സെക്കൻഡ് പോയിൻറ്റ്, ടു യൂട്ടിലൈസ് ദ റിസോഴ്സസ് പ്രോഫിറ്റബിളി. റിസോഴ്സസ് പ്രോഫിറ്റബിളായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. തേർഡ് പോയിൻറ്റ്, ടു അച്ചീവ് കണ്ടിന്യൂവസ് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റ്. കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്നു. ഫോർത്ത് പോയിൻറ്റ്, ടു മേക്ക് ഓൾ റിസോഴ്സസ് മോർ പ്രൊഡ്യൂസ്. എല്ലാ റിസോഴ്സസും കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കുന്നു. ഫിഫ്ത്ത് പോയിൻറ്റ്, ടു ഫൈൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇന്നൊവേഷൻ ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്സ്. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇന്നൊവേഷനുള്ള ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുന്നു. സിക്സ്ത് പോയിൻറ്റ്, ടു ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് പ്രോമിസിംഗ് ഏരിയാസ് ഫോർ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ്. പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റായി ഏറ്റവും പ്രോമിസിംഗ് മേഖലകൾ തിരിച്ചറിയുന്നു.